യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തൻ്റെ താഴാഴ്മയെ കാണിച്ചു കൊടുത്തതിന് പ്രതീകമായി മണർകാട് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ കാലുകഴുകൽ ശുശ്രൂഷ നടത്തി. കുറിയാക്കോസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് 12 വൈദികരുടെ കാലുകൾ കഴുകി ഈ ശുശ്രൂഷ നടത്തിയത്. കോട്ടയം ഭദ്രാസനാധിപൻ മിൽത്തിയോസ് തിരുമേനിയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷ മർത്തമറിയം യാക്കോബായ പള്ളിയിൽ നടത്തിയത്. പങ്കെടുത്ത എല്ലാ വിശ്വാസികൾക്കും സ്നാക്സും കോഫിയും നൽകിയിരുന്നു. കാഴ്ചയിലേക്ക്. ജീവൻ
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുവൻ ഇടത്തും ഇരിക്കേണ്ടതിന് വരം നൽകണം എന്ന് ശബദി മക്കൾ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് നാം സുവിശേഷത്തിൽ വായിക്കും. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതായ ചിന്തയും ചർച്ചയും അവസാന ഘട്ടത്തിൽ കർത്താവിന്റെ ആ പീഡാനുഭവത്തിന് തൊട്ട് മുൻപായിട്ട് തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായി. മറ്റു പല സന്ദർഭങ്ങളിലും ആ ശിഷ്യന്മാരുടെ ഈ ലോകത്തിന് സമാനമായിട്ടുള്ള ചിന്തകളും പ്രതികരണങ്ങളും നാം സുവിശേഷത്തിൽ വായിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ആദ്യം മുതലേ തന്നെ മറ്റൊരു വീക്ഷണം അവരോട് പറയും. പരിശുദ്ധൻ പരിശുദ്ധൻ നഗരങ്ങളിൽ സ്തുതി.
ആത്മാവിനും ഉണ്ടാകും കൃപപാപികളാ ഞങ്ങളിലും മേലും ഉള്ളിൽ സിംഹാസനമണയണമേ പ്രാർത്ഥനമസിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ഭാരകാദേശോലം വാദാമുൽ ഭയമോടു സാർപ്പികൾക്കാദേശാർക്കുന്നോ ശിഷ്യമതത്തെ അഴുകേന്ന ദേവാ ദയ ചെയ്തിടണമേ. അഗ്നിമയ വീക്ഷിപ്പാൻ കഴിയാത്തോ ശിഷ്യപദത്തെ കഴുകേന്നാളിൽ ദേവാ ദയ ചെയ്തിടണമേ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പും കൊണ്ട് ഇന്ന പോലെ പുഷ്ടിയാകും. എന്റെ വായുസുകളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കയിന്മേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു, നിന്റെ ചിറകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലുത് എന്നെ താങ്ങുകയും ചെയ്തു. എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അങ്ങേക്ക് കാലിൽ ശുശ്രൂഷയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും മുൻകാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സൻ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാരക്കുമോർ കുലഹുന്യവുമോ സോദായൻ ലോൽമീ ബാരക്കുമോർ വചനമായ ദൈവം മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും നാഥനും തന്റെ ബഹുമാന സ്ഥാനത്തിലേക്ക് നോക്കുവാൻ അഗ്നിമയന്മാരുടെ സേനകൾ പോലും ആശങ്കിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കെ ജഡീയ അവയവങ്ങളാൽ വഹിക്കപ്പെടുവാൻ കരുണാപൂർവം മനസ്സായവനും സ്വർഗീയർ ഭയത്തോടെ ശുശ്രൂഷിക്കുകയും തിരുമുമ്പാകെ സംഭ്രമത്തോടെ വണങ്ങുകയും ചെയ്യുന്നവനും ജീവനുള്ളവരുടെ തലവനും സർവത്തിന്റെ ദൈവവുമായ ഉടയ തമ്പുരാനേ, നിന്റെ കൈപ്പണിയായ പൊഴിയുടെ മുമ്പിൽ തലവലിച്ച് നിന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ കരുണയോടെ നീ തിരുമനസ്സായി. നിന്റെ താഴ്മയുടെ യഥാർത്ഥമായ മാതൃക അതിൽ കൂടി ഞങ്ങളും ചരിക്കുവാനായി നീ ഞങ്ങൾക്ക് നൽകുകയും രക്ഷാകരമായ നിന്റെ താഴ്മയുടെ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഈ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. നിന്റെ വിനയത്തിന്റെ മാതൃക നിർവഹിച്ചുകൊണ്ട് തിരുമുമ്പാകെ സമ്മേളിച്ച് ഈ നിസ്സാര ജലത്താൽ പരസ്പരം കാലുകൾ കഴുകുന്ന നിന്റെ ദാസരായ ഞങ്ങളുടെ ആത്മാക്കൾ ഇത് മുഖാന്തരമായി സകല പാപമാലിന്യത്തിൽ നിന്നും അഴുക്കുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വെടിപ്പാക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നിന്റെ
ഭക്തിമയൻ കർത്താവരയിൽ ശ്വസ പാചോറ്റി ജലപാത്രമേ ജലപാത്രം കൊണ്ടുയോതായി രക്ഷകനാർന്നപ്പോൾ കത്തിയെരിഞ്ഞില്ലവനേതും വിസ്മയമതുപാരം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ യഹോവയായ കർത്താവിന്റെ ചെവി തുറന്നു. ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. നിങ്ങൾ ദുഷ്പ്രവൃത്തി ചെയ്യുമ്പോഴല്ല, സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞെരുക്കങ്ങൾ അനുഭവിക്കുമെന്നാണ് ദൈവഹിതമെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. ദൈവഭവനത്തിൽ ഒരു വലിയ മഹാപുരോഹിതനും നമുക്കുണ്ട്. ആകയാൽ തളിക്കപ്പെട്ട ഹൃദയത്തോട് കൂടിയവരായും
ദുർമനസാക്ഷിയിൽ നിന്ന് വെടിപ്പാക്കപ്പെട്ടവരായും വിശുദ്ധ വെള്ളത്താൽ കഴുകപ്പെട്ടവരായും നാം സത്യഹൃദയത്തോടും വിശ്വാസ പ്രത്യാശയോടും കൂടെ അവനെ സമീപിക്കണം. ബഹുമാനിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശമോൻ പുത്രനായ യൂഹദാസ്കറിയാത്തായുടെ ഹൃദയത്തിൽ അത്താഴ സമയത്ത് സാത്താൻ തോന്നിച്ചിരുന്നു. യേശു പിതാവ് സകലത്തെയും തന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും ദൈവസന്നിധിയിൽ നിന്ന് താൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ദൈവസന്നിധിയിലേക്ക് തന്നെ പോവുകയാണെന്നും അറിഞ്ഞുകൊണ്ട് അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റു. തൻ്റെ മേൽവസ്ത്രങ്ങളെ മാറ്റിയിട്ട് ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി ദൈവമായ കർത്താവേ, നിന്റെ ജീവവചനങ്ങളെ അനുസരിച്ചുകൊണ്ട് വിനയത്തോടെ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിന്റെ സത്യശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നതനുസരിച്ച് ഞങ്ങളും പരസ്പരം കഴുകി നിന്റെ മാതൃക നിർവഹിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. മാർപ്പാദം കഴുകിടുന്നതും കണ്ട് നീട്ടി മീഖായേലും വാനവസേനകളും നീട്ടി വിറച്ചു മൺപേർപാദം കഴുകുന്നു. പാത്രത്തിൽ ഞാൻ ചെയ്തതുപോലന്യോന്യം ജീവി എന്നോതി. ഹല്ലേലൂയ സ്തുത്യം തദ്വിനയം. ബറക്മാർ ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിനും സത്യത്തിനും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ച് കളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും എടുപ്പാനും വിശുദ്ധിയാലും വിശ്വാതമ്പുരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. തന്മഹിമതമിച്ചോ കർത്താവ് നിന്നെ
ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും പഠിപ്പാനും വിശുദ്ധിയാനും വിശ്യാപുരാനും പ്രീതികരമായ ജീവിതത്താനും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. മോറന്മാലോഹാനുൽമേ പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴിക്കളയുന്നതിനെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും പഠിപ്പാനും വിശുദ്ധിയാനും വിശ്വാപരാനും പ്രീതികരമായ ജീവിതത്താനും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് ഒരിക്കലും എൻ്റെ കാൽ കഴുകരുതേ. ഞാൻ കഴുകാതിരുന്നാൽ എന്നോടൊരുമിച്ച് നിനക്ക് പങ്കുണ്ടാകില്ല. എൻ്റെ കർത്താവേ, അങ്ങനെയെങ്കിൽ എൻ്റെ കാലുകൾ മാത്രമല്ല എൻ്റെ കൈകളും തരിയിൽ കൂടി കഴുകണേ. കുളിച്ചവന് കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അവൻ സർവാംഗ ശുദ്ധനാകുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു. എങ്കിലും എല്ലാവരും അങ്ങനെയല്ല. നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞു. തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാകട്ടെ അവരുടെ കാല് കഴിയതിനു ശേഷം തൻ്റെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിൽ ഇരുന്നു. ദൈവമായ കർത്താവിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴിക്കളയും. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിനും സത്യത്തിനും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും പഠിപ്പാലും വിശുദ്ധിയാനും വിശ്വാപരാനെ പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം ഞാൻ നിങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി തന്നെ. ആകയാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം കാല് കഴുകുവാൻ എത്രമാത്രം കടപ്പെട്ടവരാകുന്നു. ഞാൻ നിങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളും പ്രവർത്തിപ്പാനായിട്ട് ഈ ദൃഷ്ടാന്തത്തെ ഞാൻ നൽകിയിരിക്കുന്നു. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയ ഭൃത്യനില്ല, അയച്ചവനേക്കാൾ വലിയ അയക്കപ്പെട്ടവനുമില്ല. ഇതാ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ആചരിക്കുമെങ്കിൽ ഭാഗ്യവാന്മാരാകുന്നു. ഞാൻ നിങ്ങൾ എല്ലാവരെ കുറിച്ചുമല്ല പറയുന്നത്. എന്തെന്നാൽ എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷെ എന്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തി എന്നുള്ളതിന് തിരുവഴുത്ത് നിവർത്തിക്കേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു അവനെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിനായിട്ട് സംഭവിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ലമുറിയോ സഗത്തോ
നിന്റെ പരിശുദ്ധ ഏകജാതൻ ഭാഗ്യവാന്മാരായ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാല് കഴുകിയിരുന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചു. ദൈവമേ, ആ കർത്തൃകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാല് കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സിംഹാസനം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയുകയും ഞങ്ങളുടെ സർവാധിപതിയായ പിതാവാം ദൈവമേ, നിന്റെ പരിശുദ്ധ ഏകജാതൻ ഭാഗ്യവാന്മാരായ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങളെ പ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാല് കഴുകുന്നവരെ പറഞ്ഞ് പഠിപ്പിച്ചു. കർത്താവെ, കർത്തൃകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും പരസ്പരം കാല് കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കളിൽ വസിക്കുകയും അവന്റെ കൃപ ഞങ്ങളിൽ ആവസിക്കുകയും ചെയ്യണമേ. അവന്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാക്കപ്പെടുകയും അവന്റെ ദയാൽ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഏകപുത്രനും സർവ്വലോകവും പിതാവിനെ നേരിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നെ സഹനവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായ പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായെ വ്യാഴാഴ്ച ദിവസം ക്രിസ്തു കാണിച്ചതായ കാൽകഴുകലിന്റെ വലിയ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ വലിയ പ്രതിഫലനമായിരിക്കണം ഈ ദിവസം കണ്ടതായ ശുശ്രൂഷ. അത് നമ്മുടെ പ്രസംഗത്തിലും നമ്മുടെ ഉപദേശത്തിലും മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രായോഗിക തലങ്ങളിലേക്ക് അത് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥമായ ഈ വിനയത്തിന്റെ, താഴ്മയുടെ, സ്നേഹത്തിന്റെ മാതൃക മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുന്നു. അതിന് ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട മണവത്തച്ഛനെയും അതോടൊപ്പം തന്നെ പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി ഇത് ഭംഗിയാക്കി തീർക്കുവാനായിട്ട്, അനുഗ്രഹകരമാക്കി തീർക്കുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി കടന്നു വന്ന എല്ലാ വിശ്വാസികളെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് ഇതിന് ഈ കാര്യങ്ങൾക്കൊക്കെ നടത്തുവാനായിട്ട്, പ്രത്യേകിച്ച് ഭദ്രാസനത്തിൽ ഒരു ദേവാലയത്തിൽ മാത്രമേ ഇത് നടത്തുകയുള്ളൂ. അതിന് പ്രത്യേകമായിട്ട് വന്യനായ ചിരുവത്ര ആൻഡ്രൂസ് കോർപ്പിസ്കോപ്പ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നേരത്തെ തന്നെ അഭിനന്ദ തിമോത്തിയോസ് തിരുമേനിയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഈ പള്ളിയിൽ ഇന്ന് ശുശ്രൂഷ നടത്തി ഭംഗിയാക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. വിദേശത്തും സ്വദേശത്തുമുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.